നീണ്ടു നിൽക്കുന്ന അനുഗ്രഹങ്ങൾ, തുടർന്നുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ, കുറച്ചുകൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ താൽക്കാലികമായിട്ടുള്ള അനുഗ്രഹമല്ല, എന്നേക്കുമുള്ള അനുഗ്രഹങ്ങൾ. അതിനെ സൂചിപ്പിക്കാൻ വേണ്ടി എബ്രായ ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നത് ബാർക്ക് എന്ന പദമാണ്. നമുക്കറിയാം, ദൈവത്തിന്റെ പെട്ടകം ഓബേദ് ഏദോമിന്റെ വീട്ടിൽ വന്നു. അത് മുഖാന്തരം ആ ഭവനം മുഴുവൻ അനുഗ്രഹം പ്രാപിച്ചു. അദ്ദേഹത്തിന് നിലം അനുഗ്രഹം പ്രാപിച്ചു, അതുപോലെ തന്നെ കന്നുകാലികൾ അനുഗ്രഹം പ്രാപിച്ചു. എല്ലാ നിലയിലും തുടർമാനം നിറഞ്ഞു നിന്ന അനുഗ്രഹമായിരുന്നു. എന്തുകൊണ്ടാണ്? ആ ഭക്തൻ ദൈവത്തെ ആദരിച്ചതുകൊണ്ടും ദൈവത്തെ മാനിച്ചതുകൊണ്ടും ആ വീട് നിറയെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞു. നിരന്തരമായ അനുഗ്രഹങ്ങൾ അവിടെ വന്നു എന്നുള്ളതാണ്. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ താൽക്കാലികം മാത്രമല്ല, മറിച്ച് ദൈവം നമ്മളെ അനുഗ്രഹിക്കുമ്പോൾ നിരന്തരമായി അനുഗ്രഹിക്കുന്ന ദൈവം കൂടെയാണ്. ദൈവത്തിന്റെ ആ അനുഗ്രഹങ്ങൾ നമ്മിലേക്ക് നിറഞ്ഞു കവിയണമെങ്കിൽ ഓബേദ് എന്താണ് ചെയ്തത്? ദൈവത്തിന്റെ പെട്ടകം ആ ഭവനത്തിൽ കൊണ്ടുവന്ന് വീട്ടിൽ തന്റെ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തു. സെൻട്രൽ സ്ഥാനം പെട്ടകത്തിന് കൊടുത്തു. ഒരു ഉപകരണം എന്നുള്ളതല്ല, ഒരു ഫർണിച്ചർ എന്നുള്ളതല്ല, ഇത് ദൈവ സാന്നിധ്യം ഉള്ള ഒരു സ്ഥലമാണെന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി വീടിനെ തുറന്നുകൊടുത്ത് പ്രധാന സാഹചര്യങ്ങളെ തനിക്ക് അതിനുവേണ്ടി ഒരുക്കിയത് കൊണ്ട് ദൈവം തന്നെ നിറഞ്ഞ് കവിയുന്ന അനുഭവത്തിലേക്ക്, അനുഗ്രഹത്തിലേക്ക് നടത്തി എന്നുള്ളതാണ്. ദൈവത്തിന് ഒന്നാം സ്ഥാനം നമ്മുടെ ഭവനങ്ങളിൽ കൊടുത്താൽ, സെൻട്രൽ സ്ഥാനം ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും ദൈവത്തിന് വസിക്കുന്ന ഒരു സ്ഥലമാക്കി നമ്മുടെ ഭവനങ്ങളെ മാറ്റിയാൽ നമ്മുടെ ഭവനങ്ങൾ നിറഞ്ഞു കവിയുന്ന അനുഗ്രഹത്താൽ ദൈവം നമ്മെ നിറയ്ക്കും എന്നുള്ളതാണ്.